എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അതായത് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനുകൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നൽകാവുന്നതാണ്. ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഉണ്ടായിരിക്കും. ചില കോളേജ് LBS വഴി നേരിട്ടാണ് NOC ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് അങ്ങനെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് നോക്കുന്ന സമയത്ത് അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കോളേജിൻ്റെ കോഡ് കൂടി കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ കോളേജ് ഏതാണോ അതിൻ്റെ കോഡ് കൂടി കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനുകളും ഇപ്പോൾ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകൾ വിദ്യാർത്ഥികൾ ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സർക്കാർ കോളേജ് ഒഴികെയുള്ള, അതായത് ഏതൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും NOC ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. ചില കോളേജ് നേരത്തെ പറഞ്ഞതുപോലെ LBS വഴി ഈ ഒരു ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRIയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ കൊടുക്കാവൂ. NRIയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോട്ടയിലേക്ക് ഓപ്ഷൻ നൽകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ NRI കോട്ട സീറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ, അതായത് സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തിയ, അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ, അതായത് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പകർപ്പുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതായത് ഈ ഒരു NOCയും അതുപോലെ തന്നെ ഈ ഒരു NRI കോട്ടയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഈ ഒരു NRI കോട്ടയിൽ അഡ്മിഷനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. NRI കോട്ടയിലേക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളും നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, എന്താണ് അവരുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം, അതായത് നിങ്ങളുടെ ഫാദറാണോ മദറാണോ അല്ലെങ്കിൽ കസിനാണോ ഫസ്റ്റ് കസിനാണോ അല്ലെങ്കിൽ ആരാണ്, ഇത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും എംബസി അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് വേണ്ടത്. അടുത്തത് വിസ അല്ലെങ്കിൽ OCI, അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പൗരത്വ രേഖ, ഗ്രീൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതിക്ക് ശേഷവും വിസയുടെ കാലാവധി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ സ്പോൺസറുടെ വിസയുടെ കാലാവധി അഡ്മിഷൻ കഴിഞ്ഞ ശേഷവും ഈ ഒരു വിസ കാലാവധി ഉണ്ടായിരിക്കണം. അതുപോലെ വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ NRI സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കണം. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബന്ധു വിദേശത്താണെങ്കിൽ നിങ്ങളെ, അതായത് സ്പോൺസർ ചെയ്യുന്ന ബന്ധുവിൻ്റെ സ്വാൻ അഫിഡവിറ്റ് നിശ്ചിത മാതൃകയിൽ ഉള്ളത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് സമർപ്പിക്കണം. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബന്ധു നാട്ടിൽ അവധിയിലാണ് എങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ ഈ ഒരു നോട്ടറി അഫിഡവിറ്റ് ചെയ്ത് സമർപ്പിക്കണം. മാതൃക LBSൻ്റെ അതുപോലെ സിമെറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അറ്റസ്റ്റേഷൻ, അതായത് രേഖകളൊക്കെ തയ്യാറാക്കുന്ന, അതായത് അഡ്വക്കേറ്റ്സ് ഉണ്ടാകും, അവരെയാണ് നോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കോടതിയുടെ അടുത്തൊക്കെ ഇതേപോലെ നോട്ടറി, അതായത് അഡ്വക്കേറ്റ്സിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിസയുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ രേഖകളിലും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്.
അതുപോലെ എല്ലാ രേഖകളുടെയും ഒറിജിനൽ ഹാജരാക്കണം. ഇത്രയുമാണ് ഈ ഒരു അതായത് NRI കോട്ടയിലേക്ക് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സ് അതായത് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ലോഗിൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അതായത് 6th അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാണാം. അവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ഓപ്ഷൻ നൽകിയ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 5-ാം തീയതി വരെയാണ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. ഒക്ടോബർ 7-ാം തീയതി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ഒക്ടോബർ 10-നുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.